ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ 10:30 മണിയാണ്, രാത്രി ഓഗസ്റ്റ് 14. ഞങ്ങളിപ്പോൾ ഒരിടം വരെ പോവുകയാണ്. നാളെ ഓഗസ്റ്റ് 15ആണ്. വാവ്, സോ ബ്യൂട്ടിഫുൾ പതാക അല്ലേ. ഇത് കാണുമ്പോൾ ഒരു രോമാഞ്ചമാണ്. അപ്പോൾ ഓഗസ്റ്റ് 15 വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ. 11:15 ട്രെയിൻ. എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ? കന്യാകുമാരി. പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ് ഗൈസ്. ഒരാഗ്രഹം, ശരി പോയിട്ട് വരാമെന്ന് വെച്ച് കയറിയ ഉടനെ നല്ല ഉറക്കം പാസ്സാക്കി രാവിലെ 6:30 കൊച്ചുവേളി എത്തി. മോർണിംഗ് റൈസ് ഇൻ ട്രെയിൻ. വാവ്, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എത്ര വലുതായെന്ന് പറഞ്ഞാലും വിമാനം പോകുന്നത് അത് ഞമ്മക്ക് എന്നൊരു വീക്ക്നെസ്സാണ് കൈസ്. റൂമിലേക്ക് എത്തി കൈസ്, കുളിച്ച് റെഡിയായി ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് ഫുഡ് കഴിച്ച് 9:15 ട്രെയിനിൽ കയറി നേരെ കന്യാകുമാരി. ഇവിടുന്ന് 2 ചിമിട്ടുകളെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ഞങ്ങളുടെ ബ്രദേഴ്സാണ്. കന്യാകുമാരിയിലേക്കുള്ള വഴികൾ ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും പാടവും ഒക്കെ കണ്ടുപോകാൻ അടിപൊളിയാണ് കേട്ടോ. ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കൂടെ പോയിട്ടുണ്ട്, പക്ഷെ ആ സമയത്ത് വളരെയധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒരു 11:30 ഞങ്ങൾ കന്യാകുമാരി എത്തി. അവിടെ നിന്ന് കുറച്ച് ദൂരം നടക്കണം. 1 കിലോമീറ്റർ നടന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു മനോഹരമായ കാഴ്ച. കടലും ആകാശവും ഒക്കെ ഒരുപോലെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി പറ്റും. ഭയങ്കര വെയിലായിരുന്നു. ഞാനൊരു തൊപ്പി വാങ്ങി, വിക്ടോറിയ രാജ്ഞി നമ്പർ 2. ഒരു കുട എടുത്തിട്ടുണ്ടായിരുന്നു, മഴ പെയ്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ തമിഴ്നാട്ടിലേക്കൊന്നും മഴയൊന്നും എത്തി നോക്കിയിട്ടില്ല എന്ന് അവിടെ എത്തിയപ്പോൾ മനസ്സിലായി. തലയിൽ ഒരു ഓംപ്ലേറ്റ് അടിക്കാൻ അത്രയും ചൂടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ വിവേകാനന്ദപ്പാറ പോകാനുള്ള നീണ്ട ക്യൂവിൽ പോയി നിന്നു കൈസ്. 75 രൂപയാണ് ഒരാൾക്ക്. ഇവിടെ നിന്നും ബോട്ടിൽ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകും. നല്ല അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കണു. ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ നടന്ന് കാത്തിരുന്ന് ഒടുക്കം നമ്മുടെ ബോട്ടിലെത്തി. കന്യാകുമാരി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ഒരു പ്രതിമ ഉണ്ടല്ലോ, ഈ കാണുന്ന പ്രതിമ. ഈ പ്രതിമ ആരുടെയാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോയപ്പോഴാണ് തപ്പി കണ്ടുപിടിച്ചത്. ആ പ്രതിമ തിരുവള്ളുവരുടെ പ്രതിമയാണ്. തമിഴിലെ പ്രാചീന കവികളിൽ ഒരാൾ. തിരുവള്ളുവരുടെ കവിതകളൊക്കെ ഒരുപാട് പ്രശസ്തമാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലെത്തിയിട്ടാ. ബോട്ടിലുള്ള ലൈഫ് ജാക്കറ്റിനൊക്കെ ഞങ്ങളെ രക്ഷിക്കേണ്ട അവസ്ഥയായിരുന്നു. എന്തായാലും കടലിലൂടെയുള്ള ആദ്യ ബോട്ട് യാത്ര ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പോകാൻ എന്തോ ഒരു നല്ല സുഖം. അവിടെ വെച്ച് ഞാനൊരു ചുമട്ടിനെ കണ്ടു. എന്നാ പേരെന്നാ? നവീന. അഴകാർക്ക. ഇതാരുടെ പ്രതിമയായിരുന്നു എന്ന് മുന്നേ അറിയാതെ ഇരുന്നവർ കമൻറ്റ് ബില്ലോ. അക്കരയിൽ നിന്ന് കാണുമ്പോൾ കുറച്ച് ദൂരം ഉള്ളെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്തു കേട്ടോ നമ്മൾ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. കടലിൻ്റെ നടുക്ക് ഇതുമാതിരി ഒരു ഇടം, സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം ആണ്. ലൈഫ് ജാക്കറ്റൊക്കെ നമ്മൾ അവിടെ ഇട്ടിട്ട് മെല്ലെ നമ്മൾ മുകളിലേക്ക് നടന്നു. അവിടെ നമുക്ക് ദർശനം എന്ന് പറഞ്ഞിട്ട് 30 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു കിട്ടാം. എല്ലായിടത്തും ഇതുമാതിരി ചെരുപ്പെടുത്ത് വയ്ക്കാനും ദർശനം നടത്താനും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പൈസയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് എനിക്കിവിടെ തോന്നിയ ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. ഇവിടുത്തെ മെയിൻ ആകർഷണം എന്താണെന്ന് വെച്ചാൽ ഒരു വിവേകാനന്ദൻ്റെ പ്രതിമയുണ്ട് വലിയത്. പിന്നെ പണ്ടങ്ങോ ദേവി കന്യാകുമാരി ചവിട്ടി എന്ന് പറയപ്പെടുന്ന ഒരു കാൽപാദമുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളൊക്കെ അടിപൊളിയാട്ടോ. അതുപോലെ തന്നെ ഭയങ്കര കാറ്റാണ്. ഞാൻ പറന്നു പോകാൻ എൻ്റെ ഭാഗ്യം എന്ന് മാത്രം പറയാം. ഒരുപാട് നേരം ഞങ്ങൾ അതിൽ ചുറ്റിക്കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. വെയിൽ കൂടുതലായതുകൊണ്ട് വളരെ തളർച്ച ഫീൽ ചെയ്യും നമുക്ക്. എന്നാലും അവിടുത്തെ കടലിൻ്റെ ആ ഭംഗി നമ്മളെ അവിടെ തന്നെ പിടിച്ചിരുത്തും കേട്ടോ. പോയ ദിവസം ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് എല്ലാവരും കൊടിയൊക്കെ പിടിച്ചിരുന്നിട്ട് ഫോട്ടോ എടുക്കുന്നത് കാണാൻ വേണ്ടി പറ്റി നമുക്ക്. നമ്മളെല്ലാവരും ഇങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം മാത്രം ഉണരുന്ന രാജ്യസ്നേഹമാണ് എല്ലാവർക്കും ഉള്ളത്. പിന്നെ അവിടെയുള്ള ഒരു അത്ഭുതം സൂര്യഘടികാരവും സൂര്യ കലണ്ടറുമാണ് കേട്ടോ. വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ചതാണിത്. ഇവിടുത്തെ ശുദ്ധജല മത്സ്യം ഒരു അത്ഭുതമാണ്. മഴവെള്ളത്തിലാണ് ഇവരെ വളർത്തുന്നത്. ഒരുപാട് കണ്ടു കേട്ടോ. കടൽ എന്ത് ഭംഗിയാലെ കാണാൻ. പിന്നെ ഞങ്ങൾ വിവേകാനന്ദൻ്റെ പ്രതിമ കണ്ടു. അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല. എവിടെ പോയാലും ഫോട്ടോഷൂട്ട് അത് നമുക്ക് മസ്റ്റാണല്ലോ. സോ ഒരുപാട് ഫോട്ടോസ് എടുത്തു ഞങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് ശേഷം കഷ്ടപ്പെട്ട് തപ്പിപ്പിടിച്ചൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉറക്കം വന്നിട്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്.
പ്രത്യേകിച്ച് കടലിൽ നിന്ന് വരുന്ന മനോഹരമായ കാറ്റും കൂടി ഏൽക്കുമ്പോഴത്തേക്കും നല്ല ഉറക്കം വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് സമയം ഞങ്ങളങ്ങനെ വെറുതെ കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്നു. ജീവിതത്തിൽ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഓരോരുത്തർ കടൽ തീരത്ത് പോയിരുന്നിട്ട് മേപ്പോട്ട് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം കടലെടുത്തോണ്ട് പോകുന്നതാണല്ലോ വെപ്പ്. അതുമാതിരി ഞങ്ങളൊന്ന് ഇരുന്ന് നോക്കി എല്ലാം എടുത്തിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ. ദ പ്രോസസ് ഓഫ് ഹീലിംഗ്. ആക്ച്വലി അതിനകത്തൊരു കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു ശാന്തത അല്ലെങ്കിൽ ഒരു ആശ്വാസം നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിറ്റേന്ന് 12:50 തിരിച്ച് ഞങ്ങൾക്ക് ട്രെയിന്. AC കോച്ചായിരുന്നു. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഓരോന്നായിട്ട് ഞാൻ കംപ്ലീറ്റ് ആക്കി. ട്രെയിനിലിരുന്ന് വായിച്ച് തീർക്കുക. ഞാനൊരു ബുക്ക് മൊത്തം വായിച്ച് തീർത്തു. അതേപോലെ ട്രെയിനിലിരുന്ന് ജേർണലിങ് ചെയ്യുക. അതൊക്കെ എൻ്റെ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബില്ലോ. ഞാൻ അങ്ങനെ ചെയ്ത ഒരു വർക്ക് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ ജേർണലിംഗ് ഒക്കെ. നമുക്ക് ഒരുപാട് ശാന്തത നമ്മളെ മനസ്സിന് തരും. നമുക്ക് ഓവർ തിങ്കിങ് ഒക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അങ്ങനെ ഞാൻ എൻ്റെ ബക്കറ്റ് ലിസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്തായാലും ഈ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കല്ലേ. ഓക്കെ, ബൈ.